ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും തുടച്ചു നീക്കുന്നു. അവിടുന്ന് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒപ്പിയെടുക്കുന്നു. ഒരു അമ്മയെപ്പോലെ കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും രോദനങ്ങളും മനസ്സിൻ്റെ ദുഃഖവും അവിടുന്ന് അറിയുന്നുണ്ട്. നിങ്ങൾ ഭാരപ്പെടരുത്. ചുറ്റുവട്ടത്തും കാണുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. എത്രയധികം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്നു, അത്രയധികം കൂടുതലായി കർത്താവിലേക്ക് തിരിയുക. അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾക്ക് ശാശ്വതമായ അഭയമുണ്ട്. നിങ്ങൾക്ക് ശാശ്വതമായ സങ്കേതമാണ് കർത്താവ്. അതിനാൽ കർത്താവിനെ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ഒരു അപകടവും വരികയില്ല. വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? ഈ പ്രാർത്ഥന നിങ്ങൾ എവിടെയിരുന്നാണ് കേൾക്കുന്നത്? എന്നാലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ഓരോ അവസ്ഥയെയും ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. കർത്താവ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണ്. അതിനാൽ എത്രയധികം പ്രശ്നങ്ങളെ നമുക്ക് ചുറ്റും നാം കാണുമ്പോൾ അത്രയധികം കർത്താവിലേക്ക് തിരിയുക. കർത്താവിൽ കൂടുതലായി വിശ്വാസമർപ്പിക്കുക. ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ ഭയത്തിൽ വസിക്കുന്ന എല്ലാവർക്കും നീ ശക്തിയും ധൈര്യവും നൽകണമേ. ദുഃഖത്തിലും വിഷമത്തിലുമായിരിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണമേ. കർത്താവേ, ഈ ലോകത്തിൽ ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും നിൻ്റെ സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ. കർത്താവേ, യുദ്ധവും ദുരന്തവും ഭീഷണികളും നീ കാണുന്നുണ്ടല്ലോ. മനുഷ്യരുടെ എല്ലാ അവസ്ഥയെയും നീ കാണുന്നുണ്ടല്ലോ. കർത്താവേ, നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം സാധിക്കുന്ന എല്ലാവരുടെ മേലും ഇന്ന് നീ കരുണ ചൊരിയണമേ. അമ്മയുടെ സാന്ത്വനം നൽകി എല്ലാ മക്കളെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, പേടിപ്പെടുത്തുന്ന വ്യക്തികൾ, വാർത്തകൾ ഇവയെല്ലാം കേട്ട് ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവേ, ഉറക്കം നഷ്ടമാകുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ ഞങ്ങൾ കൂടുതൽ നിന്നിലേക്ക് ആശ്രയിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ലജ്ജിക്കാൻ ഇടവരുത്തത്തില്ല എന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ലജ്ജിക്കാൻ ഇടവരുത്തരുതേ. ശത്രുവിൻ്റെ മുൻപിൽ തലകുനിക്കാൻ അനുവദിക്കരുതേ. കർത്താവായ ദൈവമേ, ലോകം മുഴുവനും നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, എല്ലാ മനുഷ്യരും നീ കർത്താവാണ് എന്ന് ഏറ്റുപറയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലാ മുട്ടുകളും മടങ്ങും, എല്ലാ നാവും പ്രഘോഷിക്കും യേശു കർത്താവാണെന്ന്. കർത്താവേ, അതിന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ പ്രഘോഷിക്കുന്നു, കർത്താവായ യേശു ഞങ്ങളുടെ കർത്താവും ദൈവവും നാഥനും രക്ഷകനുമാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രസ്താവിക്കുന്നു. കർത്താവേ, വേദനയിൽ കഴിയുന്ന, നിസ്സഹായതയിൽ കഴിയുന്ന
ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നീ കരുണയുണ്ടാകണമേ. ജീവൻ നഷ്ടപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ആത്മാക്കൾക്ക് നീ നിത്യരക്ഷ നൽകി അവരെ ആശീർവദിക്കണമേ. കർത്താവേ, എല്ലായിടവും യുദ്ധവും ഭീഷണിയും മാറി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവേകത്തിൻ്റെ വരം നൽകി, വിജ്ഞാനത്തിൻ്റെ എളിമയുടെ വരം നൽകി. ദൈവമേ, ആരും ആരെയും കൊന്നിട്ട് ഒന്നും നേടാനില്ല എന്നത് മനസ്സിലാക്കി കൊടുത്ത് എല്ലാ രാജ്യങ്ങളിലും നീ സമാധാനമൊരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മനുഷ്യരുടെ ജീവന് പ്രാധാന്യം നൽകാത്ത എല്ലാ വ്യക്തികൾക്കും ഈ രാത്രിയിൽ നീ അനുതാപം എന്ന പുണ്യം നൽകണമേ. കർത്താവെ, നീ അരുളി ചെയ്തിട്ടുണ്ട്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ദൈവമേ, നീ ഈ വചനം കാണുന്നുണ്ടല്ലോ. കർത്താവെ, കൊല്ലാൻ ഉള്ള ആ മനസ്സ് അവിടുന്ന് എടുത്തു മാറ്റണമേ. നശീകരണത്തിൻ്റെ മനസ്സെടുത്തു മാറ്റി അവരുടെ എല്ലാം ഹൃദയത്തിൽ ദൈവസ്നേഹം നിറച്ച് പടുത്തുയർത്താൻ അവരെ സഹായിക്കണമേ. കർത്താവേ, നീയാണ് ജീവൻ്റെ ഉറവ, നീ ജീവനും പുനരുത്ഥാനവുമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവേ, നീ രക്ഷകനും നാഥനും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നീ ദൈവപുത്രനാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്നിൽ ആശ്രയിച്ച്, നിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ, വ്യക്തികളെ കാത്തുകൊള്ളണമേ. കർത്താവേ, യുദ്ധം മൂലം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട് വേദനയിൽ കഴിയുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. കർത്താവേ, ഈ ലോകത്തോട് നീ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഈ ലോകത്തിലെ സകല തിന്മകളും ഈശോയെ നീ പൊറുക്കണമേ. നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ക്ഷമിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ യാചന നീ കേൾക്കണമേ. അവരുടെ നിയോഗങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ കൂടി നിന്നോട് ചോദിക്കുന്നതെല്ലാം നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലാവരുടെയും മേൽ ഈ പ്രാർത്ഥന എത്തുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ എല്ലാം കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകവും കർത്താവിൻ്റെ സംരക്ഷണത്തിന് കീഴിലുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവരെയും നീ സൗഖ്യം നൽകി ആശ്വസിപ്പിക്കണമേ. പരീക്ഷയുള്ള എല്ലാ മക്കൾക്കും പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സാന്ത്വനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ വിഷമങ്ങളും ദുഃഖവും ഭയവും കർത്താവ് എടുത്തു മാറ്റി കർത്താവിൻ്റെ വാത്സല്യവും സ്നേഹവും സമാധാനവും സന്തോഷവും മാറാതെ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതിന് കർത്താവ് നമ്മെ തൊട്ട് സുഖപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നാളത്തെ ദിവസം നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു തരുന്നതിന് വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളും സംരക്ഷിതരാകട്ടെ. യേശുനാമത്തിൽ ആമേൻ. വിദേശത്തായിരിക്കുന്നവർക്കും കഴിയുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഹീലിംഗ് ബ്രേസിൻ്റെ ഓരോ പ്രാർത്ഥനയും ഒത്തിരി സൗഖ്യവും അനുഗ്രഹവും ആശ്വാസവും ലഭിക്കുന്നതാണ്. അതിനാൽ കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബത്തിലേക്ക്, സ്ഥലങ്ങളിലേക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഹീലിംഗ് ബ്രേസിൻ്റെ പ്രാർത്ഥനകൾ എത്തിച്ചു കൊടുക്കുക. ഒരു പക്ഷേ ഈ പ്രാർത്ഥനയിൽ കൂടി അവർക്ക് ഒരാശ്വാസം കിട്ടുന്നു എങ്കിൽ കർത്താവ് നിങ്ങളെയും അവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യും. അതിനാൽ ഇത് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.